യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ തുടങ്ങിയ കോൺസുലർ സേവനങ്ങളിൽ അവ്യക്തതയും പ്രതിസന്ധിയും തുടരുന്നു. ഇത് സംബന്ധിച്ച കേസ് ഡൽഹി ഹൈക്കോടതി ഈ മാസം 13 മാറ്റിയതോടെയാണിത്. അതേസമയം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സേവനം മാറ്റിവെച്ചെന്ന പുതിയ കമ്പനി വ്യക്തമാക്കി. ഇതിനിടെ നിരക്ക് വർധനയ്ക്കെതിരെ കൂടുതൽ പ്രവാസി സംഘടനകൾ രംഗത്ത് വന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ തുടങ്ങിയ കോൺസുൽ സേവനങ്ങൾ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണെന്ന് പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നു. കോഴിക്കോട് കേന്ദ്രമായ പുതിയ കമ്പനിക്ക് യുഎയിൽ ടെൻഡർ നൽകിയത് ചോദ്യം ചെയ്ത് നൽകിയ കേസ് ജൂലൈ 13 മാറ്റി. ഇതോടെയാണ് ഇനി 13 വരെ ഇക്കാര്യത്തിലുള്ള അവ്യക്തത തുടരുന്നത്. 2 കമ്പനികൾ ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതിയാണ് നീട്ടിയത്. ഇതോടെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനത്തിലെ പ്രതിസന്ധി രൂക്ഷമായി. ഇപ്പോൾ പഴയ കമ്പനിയും പുതിയ കമ്പനിയും ഇല്ലാത്ത സ്ഥിതിയാണെന്ന് യുഎയിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷന്റെ പ്രസിഡന്റ് പോൾ ടി ജോസഫ് ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസോട് പറഞ്ഞു. ഇപ്പം ഇവിടെ ആരുമില്ലാത്ത ഒരു സ്ഥിതിയിലായി, BLSും ഇല്ല, ഹിന്ദ് ട്രാവൽസും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ കോൺസുലേറ്റിലേക്ക് ടെമ്പററി ആയിട്ട് ഇത് മാറ്റിയിരിക്കുന്നു. അത് ഭയങ്കര കെയോസാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ എംബസിയും കോൺസുലേറ്റും പ്രവാസികൾക്ക് വളരെ നല്ല സർവീസ് ഈ ഒരു ഏജൻസി വഴി കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം എല്ലാം താറുമാറായിരിക്കുന്നു. അതിന് അത്യാവശ്യമായി ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേസമയം കോൺസുലർ, പാസ്പോർട്ട്, വിസ എന്ന CPV സേവനങ്ങൾ നൽകാൻ നിലവിൽ തെരഞ്ഞെടുത്ത സേവന പങ്കാളിയായ alhind.com ഗ്ലോബൽ സർവീസസ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ തങ്ങളുടെ സേവനം മാറ്റിവെച്ചതായി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ച ഭരണപരമായ കാരണങ്ങൾ ആണെന്നാണ് അൽഹിന്ദിന്റെ വിശദീകരണം. ഇതിനിടെ ഏറ്റവും കൂടുതൽ പ്രവാസി കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന ഈ വേനലവധിക്കാലത്ത് പാസ്പോർട്ട് പ്രതിസന്ധിയും നിരക്ക് വർധനയും ഉടലെടുത്തത് പ്രവാസ ലോകത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. സമീപകാലത്തില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അപ്രതീക്ഷിതമായി കൈവന്നിരിക്കുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.